ഹലോ എവരി വൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. നെയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. നീറ്റ് 2020 ഞാൻ അവിടെ കയറിയത് എൻ്റെ റാങ്ക് 3075 ആയിരുന്നു. അപ്പോൾ നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിഡോക്സ് റിയാക്ഷൻ്റെ ബാലൻസിങ് ആയിരുന്നു പറഞ്ഞു നിർത്തിയിരുന്നത്. നമ്മൾ എന്താണ് ഹാഫ് റിയാക്ഷൻ മെത്തേഡും ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും വെച്ച് ബാലൻസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതില് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വഴി ബാലൻസ് ചെയ്ത ഇക്വേഷനെയും ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് വെച്ചൊന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. ഓക്കെ, അത് Fe2 plus Cr2O7 2 minus gives Fe3 plus Cr3 plus. ആദ്യം ബാലൻസ് ചെയ്യുക ആറ്റംസ് നമ്പർ, ഓക്സിജനും ഹൈഡ്രജനും വെച്ചുള്ള ബാക്കിയുള്ള ആറ്റംസ് ഒക്കെ നമ്മൾ ബാലൻസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്നിട്ട് ഇവിടെ ഇൻക്രീസ് ഡിക്രീസ് എത്ര നോക്കാം. ഇപ്പോൾ Fe2 plus Fe3 plus ആയപ്പോൾ എന്താണ് ഓക്സിഡേഷൻ അവിടെ നടന്നത് ഇത്ര ഇൻക്രീസ് ബൈ 1. Cr2O7 2 മൈനസിൽ ഓക്സിജൻ സ്റ്റേറ്റ് +6 ആണ്. +6 +3 പോയി. അപ്പൊ അവിടെ റിഡക്ഷൻ ആണ് നടന്നത്. ഇനി എത്രയാണ് ഡിക്രീസ് നടന്നത്? ഇവിടെ നമുക്ക് 2 Cr +6 ഉണ്ട്. അപ്പം മൊത്തത്തിൽ അവിടെ +12 ഉണ്ട്. ഇവിടെ 2 Cr3 ഉണ്ട്. അപ്പോൾ +6 ഉണ്ട്. അപ്പൊ +12 +6 പോയി അല്ലേ? അപ്പൊ എത്രയാണ്? ഡിക്രീസ് ബൈ 6 ആണ് അവിടെ നടന്നത്. ഓക്കെ, എന്നിട്ട് എന്താണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുക. ഇത് × 6 കൊടുക്കുക, ഇത് × 1 കൊടുക്കുക. നമ്മുടെ ഫോർമുല എന്ത് വരും? 6Fe2 plus Cr2O7 2 minus gives 6Fe3 plus 2 Cr3 plus. അപ്പൊ നമ്മൾ ഇത് നടത്തിയിരിക്കുന്നത് അസിഡിക് മീഡിയത്തിലാണ്. ചാർജ് ബാലൻസ് ആണ്. ഇവിടെ 6Fe2 plus എത്രയാ? 12 പോസിറ്റീവ് ഉണ്ട്. ഇവിടെ 2 മൈനസ് ഉണ്ട്. 6 3 എന്ന് പറയുമ്പോൾ 18 പോസിറ്റീവ് ഉണ്ട്. പിന്നെ 2 3 പറയുമ്പോൾ 6 പോസിറ്റീവ് ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ ഓരോ സൈഡിൽ എത്ര ഉണ്ട്? ഇവിടെ 10 പ്ലസും ഉണ്ട്, ഇവിടെ 24 പ്ലസും ഉണ്ട്. ചാർജ് ബാലൻസ് ചെയ്യാൻ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 14 H+ കൂടെ ആഡ് ചെയ്യണം അല്ലേ? 6Fe2 plus Cr2O7 2 minus plus 14H+ gives 6Fe3 plus 2 Cr3 plus. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും ബാലൻസ് ചെയ്യുന്നില്ലേ? 14 H+ ലെഫ്റ്റ് സൈഡിലുണ്ട്, റിയാക്ഷൻ സൈഡിലുണ്ട്. അപ്പൊ നമ്മളിവിടെ 7 H2 കൂടെ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഓക്സിജൻ ബാലൻസ് ആയി നോക്കാം. ഇവിടെ റിയാക്ഷൻ സൈഡിൽ 7 ഓക്സിജൻ ഉണ്ട്, പ്രൊഡക്റ്റ് സൈഡിൽ 7 ഓക്സിജൻ ഉണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം. നമുക്ക് അവിടെ കിട്ടിയ സെയിം ഫോർമുല, ഹാഫ് റിയാക്ഷൻ വഴി കിട്ടിയ സെയിം ഫോർമുലയാണ് നമുക്ക് ഇവിടെ കിട്ടിയുണ്ടോ? 6Fe2 plus Cr2O7 2 minus plus 14H+ gives 6Fe3 plus 2 Cr3 plus 7 H2. അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയത്. അപ്പൊ നമുക്ക് രണ്ട് മെത്തേഡ് വഴിയും ബാലൻസ് ചെയ്ത് കാണിച്ചു. ഓക്കെ, ഇപ്പൊ കമ്പാരിറ്റീവ് നമ്മളിത് ചെയ്തു നോക്കിയപ്പോ എന്താണ് ഈ നമ്മള് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ചെയ്തപ്പോഴാണ് ഇച്ചിരി സ്റ്റെപ്സ് കുറവുള്ളത്. മറ്റൊക്കെ ഇച്ചിരി ഓരോ റിയാക്ഷനും സെപ്പറേറ്റ് ബാലൻസ് ചെയ്തില്ലെങ്കിൽ ഇച്ചിരി സ്റ്റെപ്സ് കൂടുതലാണ് അല്ലേ? പക്ഷെ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്ന രണ്ടിലും സെയിം. ഓക്കെ, നമ്മൾ ഈ റിയാക്ഷൻ നമ്മൾ ഇന്നലെ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വഴി ചെയ്തിരുന്നത്. അത് നമുക്ക് അല്ലാണ്ട് ചെയ്ത് നോക്കാം. ഏത്? ഇവിടെ MnO4 മൈനസും MnO4 minus plus I minus gives MnO2 plus I2. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. അപ്പൊ ആദ്യം എന്താണ്? ആറ്റംസ് നമ്മൾ നമ്പർ ബാലൻസ് ചെയ്യാം. ഇവിടെ 2I മൈനസ് ഇട്ട് കൊടുക്കുക. ഇവിടെ ഓരോന്നിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് ഇവിടെ +7 ആണ്, ഇവിടെ -1 ആണ്, ഇവിടെ +4 ആണ്, ഇവിടെ 0 ആണ്. പിന്നെ ഓക്സിഡേഷനും റിഡക്ഷനും എഴുതുക. ഇവിടെ +7 +4 പോയി, ഇവിടെ റിഡക്ഷൻ ആണ് അല്ലേ? എത്ര കുറഞ്ഞു? 3 വെച്ചു, 3 കുറഞ്ഞു അല്ലേ? ഈ I- I2
അവിടെ ഓക്സിഡേഷൻ നടക്കുന്നു. എത്ര കൂടി? ഇവിടെ -2 അല്ലേ, 2 മൈനസ് ഉണ്ട്. അപ്പൊ -2 നിന്ന് 0 പോയി. ഇവിടെ ഇൻക്രീസ് ബൈ 2 ആണ് നടന്നത്. എന്നിട്ട് എന്താണ് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഈ നമ്പേഴ്സ് ക്രോസ് ചെയ്യുക. ഇവിടെ ഇൻറ്റു 2 ചെയ്യുക, ഇവിടെ ഇൻറ്റു 3 ചെയ്യുക. അപ്പൊ ഇങ്ങനെ വരും നമ്മുടെ ഫോർമുല. ഇൻറ്റു 2 ചെയ്യുമ്പോൾ 2mn04 മൈനസ് പ്ലസ് 3 ഇൻറ്റു 2, 3 ഇൻറ്റു 2 6, 6i മൈനസ് gives 2mnO2 പ്ലസ് 3i2. ഇതിനുശേഷം എന്താണ് ചാർജ് ബാലൻസ് ചെയ്യുക. ഇവിടെ 2 മൈനസ് ഉണ്ട്, ഇവിടെ 6 മൈനസ് ഉണ്ട്, ഇവിടെ രണ്ടും 0. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 8 മൈനസ് ഉണ്ട്, ഇവിടെ 0. നമ്മൾ റിയാക്ഷൻ നടത്തുന്നത് ബേസിക് സൊല്യൂഷനിലാണ്. ബേസിക് സൊല്യൂഷൻ ആയതുകൊണ്ട് നമ്മൾ OH മൈനസ് ഇട്ട് കൊടുക്കുക. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 8 മൈനസ് ഉണ്ട്, അപ്പോൾ റൈറ്റ് സൈഡിലും 8 മൈനസ് വരണം. അപ്പൊ അതിനുവേണ്ടി റൈറ്റ് സൈഡിൽ നമ്മൾ 8 OH മൈനസ് ഇട്ട് കൊടുക്കും. 2mnO4 മൈനസ് പ്ലസ് 6i മൈനസ് gives 2mnO2 പ്ലസ് 3i2 പ്ലസ് 8 OH മൈനസ്. ഇനി നമ്മൾ ഹൈഡ്രജന്റെ ഓക്സിജന്റെ എണ്ണം ബാലൻസ് ചെയ്യും. ഇപ്പൊ ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് എന്താണ് 8 ഹൈഡ്രജൻ ഉണ്ട്, അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 4 വാട്ടർ ആഡ് ചെയ്യുന്നു. ഇപ്പൊ 2mnO4 മൈനസ് പ്ലസ് 6i മൈനസ് പ്ലസ് 4H2 gives 2mnO2 പ്ലസ് 3i2 പ്ലസ് 8 OH മൈനസ്. ഇനി ഹൈഡ്രജന്റെ എണ്ണം നമ്മൾ ബാലൻസ് ചെയ്തു. ഓക്സിജൻ ബാലൻസ് ആയി നോക്കാം. ഇവിടെ നമുക്ക് 8 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്. അപ്പം റിയാക്ഷൻ സൈഡിൽ നമുക്ക് മൊത്തത്തിൽ 12 ഓക്സിജൻ ഉണ്ട്. പ്രൊഡക്റ്റ് സൈഡിൽ നമുക്ക് 2O2, അപ്പൊ ഇവിടെ 4 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 8 ഓക്സിജൻ ഉണ്ട്. അവിടെ നമുക്ക് മൊത്തത്തിൽ 12 ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഓക്സിജന്റെ എണ്ണം നമ്മൾ രണ്ട് സൈഡിലും ബാലൻസ് ചെയ്തു. അപ്പം ഇവിടുത്തെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ബാലൻസ്ഡ് ഫൈനൽ ഇക്വേഷൻ പറഞ്ഞ ഇതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. Redox reactions as the basis for titrations. In acid-base systems, we come across with a titration method for finding out the strength of one solution against the other using a pH sensitive indicator. അപ്പോൾ ടൈട്രേഷൻസ് നമ്മൾ നടത്താറുണ്ട്. എന്തിനാണ്? നമുക്ക് ഒരു ആസിഡ് അല്ലെങ്കിൽ ബേസിന്റെ സ്ട്രെങ്ത് നമ്മൾ അതിന്റെ കൗണ്ടർ പാർട്ട് ആയിട്ട് വെച്ച് നമ്മൾ ടൈട്രേറ്റ് ചെയ്തതിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കും. എന്താണ് കറക്റ്റ് ഒരു റിയേജനെങ്കിലും എന്താണ് മൊത്തത്തിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇൻഡിക്കേറ്റർ നമുക്ക് കളർ തരും. അത് വെച്ച് നമുക്ക് കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? Similarly, in redox systems, the titration method can be adopted to determine the strength of a reductant or oxidant using a redox sensitive indicator. ഇപ്പൊ എന്താണ് ഇനി റിഡോക്സ് റിയാക്ഷൻസിലും അങ്ങനെ ടൈട്രേഷൻ മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്താണ് ഒരു റിഡക്റ്റന്റിന്റെ അല്ലെങ്കിൽ ഒരു ഓക്സിഡന്റിന്റെ ഓക്സിഡൈസിങ് ഏജന്റിന്റെ അല്ലെങ്കിൽ റിഡ്യൂസിങ് ഏജന്റിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെ ടൈട്രേഷൻ ഉപയോഗിക്കാൻ പറ്റും. The usage of indicators in redox titrations is illustrated below. അപ്പൊ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് വന്നേക്കുന്നത് ഇൻ വൺ സിറ്റുവേഷൻ ദ റിയേജന്റ് ഇറ്റ്സെൽഫ് ഇസ് ഇന്റൻസ്ലി കളേർഡ്. നമ്മുടെ ഉപയോഗിക്കുന്ന റിയേജന്റ് തന്നെ എന്താണ് കളേർഡ് ആയിട്ടുള്ള റിയേജന്റ് ആണ്, അല്ലെങ്കിൽ സെൽഫ് ഇൻഡിക്കേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്ന സാധനം. അതിന്റെ എക്സാമ്പിൾ ആണ് തന്നേക്കുന്നത് പെർമാംഗനേറ്റ് അയോൺ MnO4 മൈനസ് അയൺ അല്ലേ. അപ്പൊ എന്താണ് ആക്ട് ആസ് എ സെൽഫ് ഇൻഡിക്കേറ്റർ. ദ വിസിബിൾ എൻഡ് പോയിന്റ് ഇൻ ദിസ് കേസ് ഇസ് അച്ചീവ്ഡ് ആഫ്റ്റർ ദി ലാസ്റ്റ് ഓഫ് ദി റിഡക്റ്റന്റ് Fe2+ or C2O4 2 minutes. അപ്പം ഫെറസ് അയോൺ അല്ലെങ്കിൽ ഓക്സലേറ്റ് അയോൺ അത് മൊത്തത്തിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ എന്താണ് കളർ ചേഞ്ച് ഉണ്ടാവും. ആൻഡ് ദി ഫസ്റ്റ് ലാസ്റ്റിംഗ് ടിഞ്ച് ഓഫ് പിങ്ക് കളർ അപ്പിയേഴ്സ് അറ്റ് MnO4 മൈനസ് കോൺസെൻട്രേഷൻ ആസ് ലോ ആസ് 10⁻⁻⁶. അപ്പൊ എന്താണ് കളർ ചേഞ്ച് ഉണ്ടാവുന്ന എപ്പോഴാണ് 10⁻⁻⁶ മോൾ പെർ dm³. അത്രയും ചെറിയ കോൺസെൻട്രേഷനിൽ വരെ നമുക്ക് കളർ ചേഞ്ച് കിട്ടും. ഓക്കെ, ദിസ് ഇൻഷുറൻസ് എ മിനിമൽ ഓവർഷൂട്ട് ഇൻ കളർ ബിയോണ്ട് ദി ഇക്വലൻസ് പോയിന്റ്. അപ്പൊ എന്താണ് ഓവർഷൂട്ട് എന്ന് വെച്ചാൽ എന്താണ് കളർ ചേഞ്ച് ഉണ്ടാകുന്ന പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ഓൾമോസ്റ്റ് തീർന്നതിന്റെ തൊട്ടടുത്തുള്ള പോയിന്റ് 10⁻⁻⁶ എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ കോൺസെൻട്രേഷനിൽ വരെ നമുക്ക് കളർ ചേഞ്ച് കിട്ടുമെങ്കിൽ നമുക്ക് എന്താണ് ഒരുപാട് റിയേജന്റ് ബാക്കി വന്നിട്ടല്ല നമുക്ക് കളർ ചേഞ്ച് ഉണ്ടാവുന്നത്. ആ ഇച്ചിരി റിയേജന്റ് ഒരു എക്സ്ട്രാ വരുമ്പോൾ തന്നെ നമുക്ക് കളർ ചേഞ്ച് ഉണ്ടാവും. അപ്പം അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പം കളർ ചേഞ്ച് ഉണ്ടാകുന്ന വളരെ ചെറിയ കോൺസെൻട്രേഷൻ ആണ്. അതുകൊണ്ട് MnO4 മൈനസ് അവിടെ സെൽഫ് ഇൻഡിക്കേറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ,
രണ്ടാമത്തെ എന്ന് പറയുന്നത് ഇഫ് ദർ ഇസ് നോ ഡ്രമാറ്റിക് ഓട്ടോ കളർ ചേഞ്ച്. അപ്പൊ എന്താണ് അങ്ങനെ സെൽഫ് ഇൻഡിക്കേറ്റർ അങ്ങനെ ചെറിയ കളർ ചേഞ്ച് ഓട്ടോ കളർ ചേഞ്ച് ഇല്ലാത്ത റിയേജൻസ് വരുമ്പോൾ എന്താണ് MnO എന്താണ് ചെറിയ കോൺസെൻട്രേഷൻ വരുമ്പോൾ തന്നെ കളർ ചേഞ്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള കഴിവാണ്. അപ്പൊ അങ്ങനെ ഇല്ലാത്ത റിയേജൻസ് ആണെങ്കിൽ എന്താ നമ്മളവിടെ വേറെ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കും. അത് ഏതൊക്കെയാണ്? there are indicators which are oxidized immediately after the last bit of the reactant is consumed, producing a dramatic color change. The best example is afforded by dichromate ion Cr2O7 2- ion, which is not a self indicator. അപ്പൊ എന്താണ് Cr2O7 2- ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കും. കാരണം Cr2O7 2- എന്ന് പറയുന്നത് സെൽഫ് ഇൻഡിക്കേറ്റർ അല്ല. ബട്ട് ഓക്സിഡൈസ് ദി Cr2O7 2- എന്താണ് ഇച്ചിരിയെങ്കിലും എക്സ്ട്രാ വരുമ്പോൾ എന്താണ് അത് നമ്മുടെ ഇൻഡിക്കേറ്ററിനെ ഓക്സിഡൈസ് ചെയ്യും. അവിടുത്തെ ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഡൈഫിനൈലമൈനെ ഓക്സിഡൈസ് ചെയ്ത് നമുക്ക് കളർ ചേഞ്ച് കിട്ടും. ഓക്കെ, ഇനി മൂന്നാമത്തെ മെത്തേഡാണ് I- അയോൺസിനെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്ന ഏജൻസ്. അയോഡൈഡ് അയൺസിനെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്ന ഏജൻസ് ഏതാണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ Cu2+ അയൺ, കുപ്രിക് അയൺ I- ആയിട്ട് നമുക്ക് Ce2I2 തരും. കാരണം ഇവിടെ ഉണ്ടാവുന്ന അയഡിൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഈ ഉണ്ടാവുന്ന അയഡിൻ നമുക്കൊരു ബ്ലൂ കളർ വരും. ഇവിടെ gives an intense blue color with starch and has a very specific reaction with thiosulfate ions. ഉണ്ടാവുന്ന അയഡിൻ തയോസൾഫേറ്റ് അയനുമായിട്ട് റിയാക്ട് ചെയ്ത് തയോസൾഫേറ്റ് എന്താണ് സ്റ്റാർച്ച് റിയാക്ട് ചെയ്യുമ്പോൾ ഇന്റൻസ് ബ്ലൂ കളർ തരും. ഇവിടെ പറഞ്ഞേക്കുന്നത് I2 എന്ന് പറയുന്നത് H2O3 2- അയനായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു റിഡോക്സ് റിയാക്ഷൻ ഉണ്ട്. ഓക്കെ, on addition of starch after the liberation of iodine from the reaction of Cu2+ ions on iodide ions, intense blue color appears. This color disappears as soon as the iodine is consumed by the thiosulfate ions. ഇപ്പൊ എന്താണ് ഇവിടെ നമുക്ക് Cu2+ ആയിട്ട് റിയാക്ട് ചെയ്യുന്നു അയോഡൈഡ് അയോൺസ്. എന്താണ് അത് നമുക്ക് അയഡിൻ തരും. ആ അയഡിൻ സ്റ്റാർച്ച് ആയിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് ഒരു ബ്ലൂ കളർ തരും അല്ലേ. ആ അയഡിൻ തയോസൾഫേറ്റ് ആയിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നു. അപ്പൊ എത്ര തയോസൾഫേറ്റ് റിയാക്ട് ചെയ്യുന്നു അത്ര അയഡിൻ ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പൊ തയോസൾഫേറ്റ് ആയിട്ട് മൊത്തം അയഡിൻ റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ ബ്ലൂ കളർ അങ്ങ് പോകും. അപ്പൊ അത്ര അയഡിൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് മൂന്നാമത്തെ അപ്രോച്ച്. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് ലിമിറ്റേഷൻസ് ഓഫ് കൺസെപ്റ്റ് ഓഫ് ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ നമ്പറിന്റെ ലിമിറ്റേഷൻസ്. As you have observed in the above discussion, the concept of redox process has been evolving with time. This process of evolution is continuing. In fact, in recent past, the oxidation process is visualized as a decrease in electron density and reduction process as the increase in electron density around the atoms involved in the reaction. നമ്മൾ എന്താണ് ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? അങ്ങനെ ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ചാർജ് ട്രാൻസ്ഫർ നടക്കുന്നു അസ്യൂം ചെയ്താണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ അസ്യൂം ചെയ്തത് അല്ലേ. പക്ഷെ ഇവിടെ ഇപ്പം പുതിയ കാലത്ത് നമ്മൾ എന്താണ് ഈ ഓക്സിഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ഈ നമ്മുടെ നോക്കുന്ന ആറ്റത്തിന്റെ ചുറ്റുമുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയുന്നതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. റിഡക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് റിഡോക്സ് റിയാക്ഷൻസ് ആൻഡ് ഇലക്ട്രോഡ് പ്രോസസ്സസ്. ദി എക്സ്പെരിമെന്റ് കറസ്പോണ്ടിങ് ടു റിയാക്ഷൻ 7.15 ഏത് നമ്മൾ കോപ്പർ നൈട്രേറ്റ് സൊല്യൂഷനിലേക്ക് സിങ്ക് ഇട്ടത്. We observed if zinc rod is dipped in copper sulfate solution. അപ്പൊ എന്താണ് അതേപോലെ തന്നെ സിങ്ക് റോഡ് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ഉണ്ടാക്കി നമുക്ക് അതേ ചേഞ്ചസ് കണ്ടുപിടിക്കാൻ പറ്റും. The redox reaction takes place and during the reaction zinc is oxidized to zinc ions and copper ions are reduced to metallic copper. അപ്പൊ നമ്മളിവിടെ കണ്ടിരുന്ന റിയാക്ഷൻ ആയിരുന്നു എന്ത്? zinc plus Cu2+ gives നമുക്ക് 2+ Cu. അപ്പൊ ഈ റിയാക്ഷൻ നമ്മളിവിടെ കണ്ടിരുന്നതാണ്. ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ കണ്ടിരുന്നു. കോപ്പർ അയോൺസ് ആർ റെഡ്യൂസ്ഡ് ടു മെറ്റാലിക് കോപ്പർ ഡ്യൂ ടു ഡയറക്ട് ട്രാൻസ്ഫർ ഇലക്ട്രോൺസ് ഫ്രം സിങ്ക് ടു കോപ്പർ. അപ്പൊ സിങ്കിൽ നിന്ന് ഇലക്ട്രോൺസ് ഡയറക്റ്റ് ആയിട്ട് കോപ്പറിന് കിട്ടി അവിടെ മെറ്റാലിക് കോപ്പർ ആയിട്ട് നിൽക്കും. ഓക്കെ, ഡ്യൂറിംഗ് ദിസ് റിയാക്ഷൻ ഹീറ്റ് ഈസ് ഓൾസോ ഇവോൾവ്. അപ്പൊ ഈ റിയാക്ഷൻ നമുക്ക് ഹീറ്റും കിട്ടുന്നുണ്ട്. Now we modify the experiment in such a manner that for the same redox transfer of electron takes place indirectly. This necessitates the separation of zinc metal from copper sulfate solution. We take copper sulfate solution in a beaker and put a copper strip or rod in it. We also take zinc sulfate solution in another beaker and put a zinc rod or strip in it. ഇപ്പം നമ്മൾ ഇതിപ്പം ഡയറക്റ്റ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കാണ് ഇവിടെ ചെയ്തത്. നമ്മൾ എന്താണ് ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യം ചെയ്തത്? എന്താണ് നമ്മൾ ഒരു ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിട്ട് അതിനകത്ത് കോപ്പർ റോഡ് ഇടുന്നു. വേറൊരു ബീക്കറിൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുത്ത് നമ്മൾ സിങ്ക് റോഡ് ഇടുന്നു. Now reaction takes place in either of the beakers and at the interface of the metal and its salt solution in each beaker both the reduced and oxidized form of the same species are present.
These represent the species in the reduction and oxidation half reaction. A redox couple is defined as having together the oxidized and reduced forms of a substance taking part in a oxidation or reduction half reaction. അപ്പൊ എന്താണ് ഇവിടെ ചെയ്യുന്നത്? നമ്മൾ ഇതേപോലെ ഓരോ ബീക്കറിൽ നമ്മൾ എന്താണ് ഓരോ മെറ്റാലിക് റോഡ് നമ്മൾ എടുത്ത് വെച്ചു അല്ലേ? കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നമ്മൾ കോപ്പർ റോഡ് എടുത്ത് വെച്ചു, സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ നമ്മൾ സിങ്ക് റോഡ് എടുത്ത് വെച്ചു. അപ്പൊ എന്താണ് ഇവിടെ ഇൻഡയറക്ട്ലി നമുക്ക് ഓരോ സൊല്യൂഷൻ നടക്കുന്നത്? ഈ സൊല്യൂഷൻ നമുക്ക് സിങ്ക് 2+2 ഇലക്ട്രോൺ തരും. കോപ്പർ ഇവിടെ ഇപ്പുറത്ത് ഇവിടുന്ന് വരുന്ന ഇലക്ട്രോൺ, ഈ ഇലക്ട്രോൺ നമുക്ക് ഇലക്ട്രോഡ് വഴി നമുക്ക് ഫ്ലോ ചെയ്ത് ഇപ്പുറത്ത് എത്തുന്നു. ഇപ്പുറത്ത് എത്തിയിട്ട് എന്താകുന്നു? ഇവിടുത്തെ സൊല്യൂഷനിലെ Cu2+ എന്താവുന്നു? Cu2+ മെറ്റാലിക് കോപ്പർ ആയിട്ട് മാറുന്നു. ഇവിടെ നിന്നുള്ള സിങ്ക് സൊല്യൂഷനിലേക്ക് പോകുന്നു. ഇവിടെ നിന്നുള്ള കോപ്പർ 2+ അയോൺസ് ഇവിടെ കോപ്പർ മെറ്റാലിക് കോപ്പർ ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പൊ അതാണ് ഇവിടെ നടക്കുന്ന മൊത്തത്തിലുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. This is represented by separating the oxidized form from the reduced form by a vertical line or slash. അപ്പൊ ഈ കാണിച്ചിരിക്കുന്ന ഈ സെറ്റപ്പിനെ നമ്മൾ എഴുതുമ്പോൾ എന്താണ്? ഇവിടെ ഓക്സിഡേഷൻ ഹാഫ് റിഡക്ഷൻ ഹാഫ് നമ്മൾ ഒരു സ്ലാഷ് വെച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതി കാണിക്കും. ഇതേപോലെ For example, in this experiment, the two redox couples are represented as Zn2+ / Zn and Cu2+ / Cu. അപ്പൊ എന്താണ്? ആദ്യം നമ്മൾ ഓക്സിഡൈസ് ഫോം ആണ് എപ്പോഴും എഴുതുക, പിന്നെയാണ് റെഡ്യൂസ് ഫോം എഴുതുക. രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ സ്ലാഷ് ചെയ്യും. ഓക്കെ. ഇൻ ബോത്ത് കേസസ് ഓക്സിഡൈസ് ഫോം ഇസ് പുട്ട് ബിഫോർ ദി റെഡ്യൂസ്ഡ് ഫോം. രണ്ട് കേസിലും ഓക്സിഡൈസ് ഫോം ആണ് റെഡ്യൂസ് ഫോമിനേക്കാളും മുമ്പ് നമ്മൾ എഴുതുന്നത്. Now we put the beaker containing copper sulfate solution, the beaker containing zinc sulfate solution side by side. We connect the solutions in two beakers by a salt bridge. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് ബീക്കർ എടുത്തിട്ട് നമ്മൾ എന്താണ് രണ്ടിനെയും നമ്മൾ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ രണ്ട് സൊല്യൂഷനെ നമ്മൾ ഒരു സോൾട്ട് ബ്രിഡ്ജ് വെച്ച് കണക്ട് ചെയ്യുന്നു. എന്താണ് സോൾട്ട് ബ്രിഡ്ജ്? സോൾട്ട് ബ്രിഡ്ജ് ഇസ് എ U-tube containing a solution of potassium chloride or ammonium nitrate. ഇതെന്തിനാണ്? രണ്ട് സൈഡും സൊല്യൂഷനിൽ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ സോൾട്ട് ബ്രിഡ്ജ് ഇടുന്നത്. This provides an electric contact between the two solutions without allowing them to mix with each other. അപ്പൊ രണ്ട് സൊല്യൂഷൻ മിക്സ് ആവാണ്ട് അവർ തമ്മിൽ ഒരു ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ U-tube നമ്മൾ ഉപയോഗിക്കുന്നത്. The zinc and copper rods are connected by a metallic wire with a provision for an ammeter and a switch. അപ്പൊ എന്താണ്? ഈ സിങ്ക് റോഡ് മെറ്റാലിക് റോഡ് നമ്മൾ ഒരു വയർ വെച്ച് കണക്ട് ചെയ്യുന്നു, ഒരു അമ്മീറ്ററും നമ്മൾ ഫിക്സ് ചെയ്യുന്നു. ഇതിന് കറന്റ് ഫ്ലോ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടി. When the switch is in the off position, no reaction takes place in either of the beakers. അപ്പൊ എന്താണ്? സ്വിച്ച് ഓഫ് പൊസിഷനിലാകുമ്പോൾ എന്താണ്? ഒരു റിയാക്ഷൻ നടക്കുന്നില്ല. പക്ഷെ നമ്മൾ സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? നമുക്ക് കുറച്ച് ഒബ്സർവേഷൻസ് കാണാൻ പറ്റും. എന്തൊക്കെയാണ് ഒബ്സർവേഷൻസ് നമുക്ക് നോക്കാം. ഒന്ന്, the transfer of electrons now does not take place directly from zinc to Cu2+, but through the metallic wire connecting the two rods. That is apparent for the arrow which indicates the flow of current. അപ്പൊ നമ്മൾ നേരത്തെ ഒരു ബീക്കറിൽ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എന്താണ്? സിങ്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കോപ്പർ ഒരു ബീക്കറിൽ തന്നെ എന്താണ് ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കായിരുന്നു അല്ലേ ചെയ്തിരുന്നത്. അപ്പൊ സിങ്ക് 2+ ആകുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് Cu2+ എടുത്ത് എന്താണ് മെറ്റാലിക് കോപ്പർ ആണ്, അതായിരുന്നു നേരത്തെ നടത്തിക്കൊണ്ടത്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നത് എങ്ങനെയാണ്? ഇവർ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ മെറ്റാലിക് വയർ വഴിയാണ് ഇലക്ട്രോൺസിന്റെ ഫ്ലോ നടക്കുന്നത്. അപ്പൊ ഇലക്ട്രോൺ ഫ്ലോ ഇവിടുന്ന് ആനോഡിൽ നിന്ന് കാഥോഡിലായിട്ടൊക്കെ പോകുന്നെങ്കിൽ എന്താണ് ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അങ്ങനെ കാഥോഡ് ടു ആനോഡ് ആയിരിക്കും എന്താണ് കറണ്ടിന്റെ ഫ്ലോ നടക്കുന്നത്. The electricity from solution in one beaker to solution in the other beaker flows by the migration of ions through the salt bridge. എന്താണ് ഈ സൊല്യൂഷൻ ടു സൊല്യൂഷൻ ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്? ഈ സോൾട്ട് ബ്രിഡ്ജ് വഴിയാണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ ഒബ്സർവേഷൻ പറയുന്നത്. We know that the flow of current is possible only if there is a potential difference between the copper and the zinc rods known as electrodes here. എന്താണ് ഇവിടെ കറണ്ട് ഫ്ലോ നടക്കണമെങ്കിൽ എന്താണ് ഈ രണ്ട് ഇലക്ട്രോഡ്സ് തമ്മിൽ എന്താണ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവണം, എന്നാലേ കറണ്ടിന്റെ ഫ്ലോ നടക്കും. ഓക്കെ. The potential associated with each electrode is known as the electrode potential. ഇപ്പൊ ഓരോ ഇലക്ട്രോഡിന്റെയും ഇപ്പൊ ഇവിടെ ഇലക്ട്രോഡ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ കാഥോഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കോപ്പർ, ആനോഡായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സിങ്ക്. ഈ രണ്ടിനെയും നമ്മൾ വിളിക്കുന്ന ഇലക്ട്രോഡ്സ് എന്നാണ്. അപ്പോൾ ആ ഓരോ ഇലക്ട്രോഡ്സിന് എന്താണ് ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ട്. If the concentration of each species taking part in the electrode reaction is unity, എന്ന് വെച്ചാൽ നമ്മൾ സൊല്യൂഷൻ എടുത്തേക്കുന്ന അയോൺ കോൺസെൻട്രേഷൻ യൂണിറ്റി അല്ലെങ്കിൽ 1 മോളാർ ആണെങ്കിൽ this confined to and further the reaction is carried out in at 298 Kelvin. മാത്രമല്ല നമ്മൾ ചെയ്യുന്ന റിയാക്ഷൻ 298 കെൽവിനിലും ആണെങ്കിൽ വെച്ചാൽ നമ്മൾ എടുത്തേക്കുന്ന
ഇലക്ട്രോലൈറ്റ് 1 മോളാറുമാണ്. റിയാക്ഷൻ നടത്താൻ 298 കെൽവിനും ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ നമ്മൾ അപ്പൊ വിളിക്കുന്ന എന്താണ്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. ഓക്കെ. ബൈ കൺവെൻഷൻ ദി സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഈസ് 0 വോൾട്ട്സ്. അപ്പൊ നമ്മൾ കൺവെൻഷന് വേണ്ടി എന്താണ് എല്ലാ ഇലക്ട്രോഡിന്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് എടുക്കുക. ആ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്താണ്? അതാണ് നമ്മൾ 0 ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പൊ ആ 0 ആയിട്ട് കമ്പയർ ചെയ്താണ് ബാക്കി എല്ലാത്തിന്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ പറയുന്നത്. The electrode potential value for each electrode process is a measure of the relative tendency of the active species in the process to remain in the oxidized or reduced form. ഇപ്പൊ എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണ് പറയുന്നത്? നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിട്ട് സാധാരണ എടുക്കുന്നത് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. വെച്ചാൽ ഒരു മെറ്റലിന് ഓക്സിഡൈസ്ഡ് ഫോമിൽ നിന്ന് റെഡ്യൂസ്ഡ് ഫോമിലേക്ക് പോകാനുള്ള പൊട്ടൻഷ്യലാണ് നമ്മൾ കാൽക്കുലേറ്റ്. അതാണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിട്ട് നമ്മൾ പറയുന്നത്. നെഗറ്റീവ് E0 മീൻസ് ദാറ്റ് ദി റിഡോക്സ് കപ്പിൾ ഇസ് എ സ്ട്രോങ്ങർ റെഡ്യൂസിങ് ഏജന്റ്. അപ്പം ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് എന്താണ് ആലോചിക്കുക. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയിട്ട് എടുക്കുന്നത് അല്ലേ? അപ്പൊ ഒരു ഇലക്ട്രോഡിന്റെ റിഡക്ഷൻ എന്താണ്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് പോസിറ്റീവ് ആണ് എന്ന് കിട്ടിയതിന് അർത്ഥം എന്താ? അതിന് റെഡ്യൂസ് ചെയ്യാനുള്ള റെഡ്യൂസ് ആവാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ, അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് കൂടുതൽ. ഓക്കെ. ഇനി അതല്ല, ഒരു ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണെങ്കിൽ എന്താണ്? അതിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണ് എന്ന് വെച്ചാൽ അതിന് ഓക്സിഡൈസ് ആവാനാണ് ടെൻഡൻസി കൂടുതൽ. അപ്പൊ എന്താണ്? അതൊരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പൊ അതാണ് ഇവിടുത്തെ ഒരു ലോജിക് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത് നെഗറ്റീവ് E0 മീൻസ് ദാറ്റ് ദി റിഡോക്സ് കപ്പിൾ ഇസ് എ സ്ട്രോങ്ങർ റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ നെഗറ്റീവ് E0 ആണെങ്കിൽ ഇറ്റ് ഇസ് എ സ്ട്രോങ്ങർ റെഡ്യൂസിങ് ഏജന്റ് ആണ്. വെച്ചാൽ ഓക്സിഡേഷൻ നടക്കാനാണ് കൂടുതൽ ചാൻസ്. ആരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ H+H2 കപ്പിളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന് ഓക്സിഡേഷൻ നടക്കാനാണ് ചാൻസ് കൂടുതൽ. അതുകൊണ്ടാണ് അത് റെഡ്യൂസിങ് ഏജന്റ് ആണ്. ഓക്കെ. പോസിറ്റീവ് E0 മീൻസ് ദാറ്റ് ദി പോസിറ്റീവ് E0 ആണ്. പോസിറ്റീവ് E0 എന്ന് വെച്ചാൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണ് എന്ന് വെച്ചാൽ റിഡക്ഷൻ നടക്കാനുള്ള പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണ് എന്ന് വെച്ചാൽ റെഡ്യൂസ് ചെയ്യപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ റെഡ്യൂസിങ് ആണെങ്കിൽ എന്താണ്? റെഡ്യൂസ് ചെയ്യപ്പെടാനുള്ള ചാൻസ് കൂടുതലാണെങ്കിൽ അത് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ. The standard electrode potential are very important and we can get a lot of other useful information from them. അപ്പൊ എന്താണ്? കുറെ മെറ്റൽസിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓർഡറിൽ അവരെ അറേഞ്ച് ചെയ്യുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ടേബിൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇപ്പൊ നോക്കുക, നമ്മുടെ ഹൈഡ്രജന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്കിവിടെ 0 ആയിട്ട് തന്നിട്ടുണ്ട്. അതിനേക്കാളും റിഡക്ഷൻ പൊട്ടൻഷ്യൽ താഴെയുള്ളവരാണ് ലെഡ്, ടിന്നിൻ, നിക്കല്, അയൺ, ക്രോമിയം, സിങ്ക് ഒക്കെ. ഇപ്പൊ റിഡക്ഷൻ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? അവർക്ക് ഓക്സിഡേഷൻ നടക്കാനാണ് ഹൈഡ്രജൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ചാൻസ് ഉള്ളത് അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആലോചിക്കുക, നമുക്കൊരു സൊല്യൂഷൻ തരുന്നു. സൊല്യൂഷൻ 2 മെറ്റൽ എടുക്കുകയാണെങ്കിൽ ആലോചിക്കുക, താഴെയുള്ള ആൾക്കാരായിരിക്കും താഴെയുള്ള ആൾക്കാർ അതിന് മേലെയുള്ള ആൾക്കാരെ അവരുടെ സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ Zn2+ Cu ആയിട്ടുള്ള റിയാക്ഷൻ കണ്ടിരുന്നു അല്ലേ? സോറി, നേരെ തിരിച്ചായിരുന്നു. Zn-ഉം Cu2+ ആയിട്ടുള്ള റിയാക്ഷൻ എന്താണ്? Zn പോയി Cu2+ന്റെ സൊല്യൂഷനിൽ നിന്ന് എന്താണ് ഡിസ്പ്ലേസ് ചെയ്യും. ഇപ്പൊ നോക്കുക, Zn എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജന് താഴെയുള്ള ആളാണ്. കോപ്പർ ഹൈഡ്രജന് മേലെ താണ്ട് ഇവിടെ ഉള്ള ആളാണ്. അപ്പൊ ആലോചിക്കുക, താഴെയുള്ള ആൾ എപ്പോഴും മേലെയുള്ള ആളെ അതിന്റെ സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാനുള്ള കഴിവുള്ള ആളാണ് ആലോചിക്കുക. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ സിങ്കും നിക്കലും നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ അതേപോലെ തന്നെ സിങ്കിന് വേണമെങ്കിൽ പോയി നിക്കലിനെ അതിന്റെ സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇലക്ട്രോ കെമിക്കൽ സീരീസ് അതിന്റെ റിഡക്ഷൻ എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂസ് അറിയാമെങ്കിൽ ഏതിന് ഡിസ്പ്ലേസ് ചെയ്യും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് തൽക്കാലം അത്രയേ ഉള്ളൂ ചാപ്റ്ററിൽ. നമുക്കിനി എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്തു തുടങ്ങാം. ഓക്കെ. അപ്പൊ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? അസൈൻ ഓസിലേഷൻ നമ്പർ ടു ദി അണ്ടർലൈൻഡ് എലമെന്റ്സ് ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് സ്പീഷീസ്. അപ്പൊ ഓരോന്നിലുമുള്ള അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് NH2PO4 ആണ്. അപ്പൊ നമുക്ക് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസിന്റെ
ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കറിയാം ന്യൂട്രൽ മോളിക്യൂൾ ആണെങ്കിൽ മൊത്തത്തിലുള്ള എല്ലാത്തിന്റെയും കൂടെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ സം എടുത്താൽ 0 ആയിരിക്കും. അപ്പൊ നമുക്കറിയാം സോഡിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്താണ്, ആൽക്കലി മെറ്റൽ ആണ്, അപ്പൊ അത് എപ്പോഴും +1 ആണ്. ഹൈഡ്രജനും +1 ആണ്. ഫോസ്ഫറസിന് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. ഓക്സിജന്റെ -2 ആണ് അല്ലേ. അപ്പൊ നമുക്കിനി പ്രോബ്ലം ചെയ്യാം. സോഡിയത്തിന്റെ +1 1 പ്ലസ് 2 ഹൈഡ്രജൻ ഉണ്ട് 2 × 1 പ്ലസ് ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു പ്ലസ് ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ -2 ആണ്, അത് 4 എണ്ണം ഉണ്ട് 4 × -2. ഇതിനെല്ലാം കൂടെ സം എന്തായിരിക്കും, അത് നമുക്ക് 0 ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എഴുതാം 1 + 2 + x - 8 = 0. അല്ലെങ്കിൽ നമുക്ക് എഴുതാം x + 3 - 8 = 0, x - 5 = 0, x = 5 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ ഫോസ്ഫറസിന്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, +5 ആണ്. ഓക്കെ, അടുത്ത നമുക്ക് പോവാം. ഇത് പറയുന്നത് NaHSO4 ആണ്. ഇതിനകത്ത് സൾഫറിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. NaHSO4. ഓക്കെ, സോഡിയത്തിന്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് നമുക്കറിയാം +1 ആണ്, ഹൈഡ്രജന്റെയും +1 ആണ്, സൾഫറിന്റെ നമുക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് നമ്മളത് എക്സ് ആയിട്ട് ഇടുന്നു. ഓക്സിജന്റേത് നമുക്ക് -2 ആണ് അല്ലേ. അപ്പൊ ഇതെല്ലാം എല്ലാം കൂടെ സംബന്ധമായിരിക്കും 0 ആയിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ എടുക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 + 1 + x + 4 × -2 അത് 0 വരും. 2 + x - 8 = 0 എന്ന് വരും. x - 6 = 0, x = +6 വരും. ഇവിടെ സൾഫറിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +6 ആണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ നമുക്ക് തന്നിരിക്കുന്നത് H4P2O7 ആണ്. H4P2O7 രണ്ടിലും ചേരുന്നത് P2 ആണ്. ഇവിടെ നമുക്കറിയാം ഹൈഡ്രജന്റെ +1, നമ്മൾ ഫോസ്ഫറസിന്റെ എക്സ് ആയിട്ട് എടുക്കുന്നു, ഓക്സിജന്റെ -2. അപ്പം 4 × 1 + 2 × x + 7 × -2 അത് = 0 എന്ന് വരും. 4 + 2x - 14 = 0, 2x - 10 = 0, 2x = 10, x = 10/2, അല്ലെങ്കിൽ നമുക്ക് +5 എന്ന് ഇടാം. ഇതിനകത്ത് ഫോസ്ഫറസിന്റെ ഇവിടുത്തെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് +5 ആണ്. അത് നാലാമത്തെ നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് K2MnO4 ആണ്. K2MnO4 മാംഗനീസിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓരോന്നിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് അറിയാം. ഫോസ്ഫറസിന്റെ 1 ആണ്, +1. മാംഗനീസ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു, ഓക്സിജന്റെ -2 എടുക്കുന്നു. 2 × +1 എന്താണ്, 2 × +1 നമുക്ക് 1 ആയിട്ട് എഴുതാം. 2 × 1 + x + 4 × -2 എന്താണ്, നമുക്ക് 0 ആണ്. 2 + x - 8 = 0, x - 6 = 0, x = +6 എന്ന് കിട്ടും. ഇവിടുത്തെ മാംഗനീസിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +6 ആണ്. ഓക്കെ, അടുത്തത് CaO2. അതിവിടെ ഓക്സിജന്റെ ഓക്സിജൻ സ്റ്റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. കാൽഷ്യത്തിന് നമുക്കറിയാം ആൽക്കലൈൻ എർത്ത് മെറ്റൽ ആയതുകൊണ്ട് അതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് +2 ആണ്. ഇതിന് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. 2 + 2 × x അത് നമ്മൾ 0 ആയിട്ട് എടുക്കുന്നു. 2 + 2x = 0, 2x = -2, x = -1. ഇവിടെ ഓക്സിജന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ -1 ആണ്. നമ്മൾ സാധാരണ പ്രോബ്ലത്തിൽ ഓക്സിജന്റെ
-1 എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിന്റെ അൺനോൺ എടുത്തതിന്റെ കാരണം ഇവിടെ നമുക്ക് 2 എലമെന്റ്സേ ഉള്ളൂ. പക്ഷെ കാൽസ്യത്തിന്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് നമ്മൾ ഫിക്സ്ഡ് ആയിട്ടാണ് എടുക്കുന്നത്. അത് അലക്ട്രിൻ എടുത്ത മെറ്റലായതുകൊണ്ട് -2 എടുക്കും. അപ്പൊ അതുകൊണ്ട് ഓക്സിജന് നമുക്ക് എന്തായാലും ഒരിക്കലും -2 പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ അതിന്റെ അൺനോൺ എടുത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത NaBH4. അപ്പൊ എന്താണ് മെറ്റാലിക് ഹൈഡ്രൈഡ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രജന്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1 ആണ്. അപ്പൊ അത് നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുക. ആദ്യം സോഡിയം ആൽക്കലി മെറ്റൽ ആയതുകൊണ്ട് +1, ബോറോണ്ട് നമ്മൾ X ആയിട്ട് എടുക്കുന്നു. ബോറോണ്ട് ഓക്സിഡൈസ് സ്റ്റേറ്റ് ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ 1 + X + 4 × -1 അത് = 0. 1 + X - 4 = 0. X - 3 = 0. X = നമുക്ക് +3 എന്ന് വരും. ഇവിടെ ബോറോൺ ഓക്സിജൻ സ്റ്റേറ്റ് +3 ആണ്. അടുത്തത് H2SO7 സൾഫറിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ X ആയിട്ട് എടുക്കുന്നു. ഹൈഡ്രജൻ്റെത് നമ്മൾ +1 ആണ്. ഓക്സിജൻ്റെത് -2 ആണ്. ടോട്ടൽ സം 0 ആയിട്ട് എടുക്കുക. 2 × 1 + 2x + 7 × -2 = 0 എന്ന് വരും. 2 + 2x - 14 = 0 എന്ന് വരും. 2x - 12 = 0. 2x = 12. X = 12/2 എന്ന് വെച്ചാൽ +6 എന്ന് വരും. ഇവിടുത്തെ സൾഫറിന്റെ ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ് +6 ആണ്. ഓക്കെ, അടുത്ത നമുക്ക് തന്നിരിക്കുന്നത് KAlSO4 12H2O ആണ്. KAlSO4 12H2O ഇവിടെ ചോദിച്ചിരിക്കുന്നത് സൾഫറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിത് ചെയ്യുമ്പോൾ ഈ 12H2O എടുക്കാണ്ടും ചെയ്യും. കാരണം H2O എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ മോളിക്യൂൾ ആണ്. അപ്പൊ അത് ഇനി എത്ര ഉണ്ടെങ്കിലും നമ്മുടെ ഈ സാധനത്തിന്റെ മൊത്തത്തിലുള്ള ഓക്സിജൻ സ്റ്റേറ്റിനെ അത് ബാധിക്കുന്നില്ല. അപ്പൊ 12H2O എടുക്കാണ്ട് ചെയ്യുന്നതാണ് നമുക്ക് ചെയ്യാനുള്ള എളുപ്പം. ഓക്കെ, പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ +1 ആണ്. അലൂമിനിയത്തിൻ്റെത് +3 ആണ്. പിന്നെ സൾഫറിനെ നമ്മൾ X ആയിട്ട് എടുക്കുന്നു. ഓക്സിജൻ്റെത് -2 ആണ്. അപ്പൊ മൊത്തത്തിൽ ന്യൂട്രാലിറ്റി വരണം, 0 വരണം അല്ലേ? അപ്പൊ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പം പൊട്ടാസ്യത്തിന്റെ 1 + അലൂമിനിയത്തിന്റെ 3 പ്ലസ് കൂടെ 2 സൾഫറുണ്ട് SO4 ട്വൈസ് ആണ്. അപ്പം 2x പ്ലസ് നമുക്ക് മൊത്തത്തിൽ ഇവിടെ 8 ഓക്സിജൻ ഉണ്ട്. 2 എന്താണ് SO4 ട്വൈസ് ആയതുകൊണ്ട് 8 × -2 അത് = 0 ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ 4 + 2x - 16 = 0 എന്ന് വരും. 2x - 12 = 0 എന്ന് വരും. 2x = 12. X = 12/2 എന്ത് വരും? 6 എന്ന് വരും. ഇവിടെ സൾഫറിന്റെ ഓക്സിഡൈസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് +6 ആണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദി അണ്ടർലൈൻഡ് എലമെന്റ്സ് ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് ആൻഡ് ഹൗ ഡു യു റാഷണലൈസ് യുവർ റിസൾട്ട്സ്. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് Ki3 ആണ്. നമ്മൾ 7.2 ആണ് ചെയ്യുന്നത്. Ki3. അപ്പൊ നമ്മള് പൊട്ടാസ്യത്തിന്റെ ഓക്സിഡേഷൻ നമ്മൾ +1 ആണെന്നറിയാം. അറിഞ്ഞുകൂടാത്ത I3യുടേത് നമ്മൾ X ആയിട്ട് എടുക്കുന്നു അല്ലേ? അയഡിൻ നമ്മൾ X ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് 1 + 3x അത് നമുക്ക് 0 ആണെന്ന് വരും. അപ്പൊ 3x = -1 വരും. X = -1/3 വരും. അപ്പൊ ഇതാണ് ഇവിടുത്തെ അയഡിന്റെ ആവറേജ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. പക്ഷേ ഫ്രാക്ഷണൽ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? എക്സിസ്റ്റ് ചെയ്യാത്ത സാധനമാണ്. പക്ഷെ നമ്മൾ നേരത്തെ വായിച്ചാണ് ഈ Ki മോളിക്യൂള് അയഡിൻ മോളിക്യൂളിന് Kiയിലുള്ള അയഡിൻ എന്താണ് അയഡിൻ മോളിക്യൂൾ ആയിട്ട് ഒരു കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, സ്ട്രക്ചർ വരയ്ക്കും നമുക്ക് ഇങ്ങനെയാണ് വരിക. പൊട്ടാസ്യം നമുക്ക് +1 ഉണ്ട്. അതുകൂടെ അയഡിൻ ആറ്റം ഉണ്ട് I-. അത് ഒരു I2 മോളിക്യൂൾ ആയിട്ട് കോർഡിനേറ്റ് ബോണ്ട് ഉണ്ടാക്കും. ഇങ്ങനെയാണ് സത്യത്തിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് Ki3 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഇല്ല. ഈ അയഡിൻ ഇവിടെ കോർഡിനേറ്റ് ബോണ്ട്, ഈ അയഡിൻ എന്താണ് ഇവിടെ 0 ആണുള്ളത്. ഈ മൈനസ് ചാർജ് മൊത്തത്തിൽ ഒരൊറ്റ അയഡൈഡ് അയണ്ടാണ്. ഓക്കെ,
അപ്പൊ അങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, രണ്ടാമത് നമുക്ക് പറയാനുള്ളത് H2S4O6. നമുക്കിവിടെ സൾഫറിന്റെ ആണ് ചോദിച്ചേക്കുന്നത്. അത് ഹൈഡ്രജന്റെ നമുക്ക് +1 ആണെന്നറിയാം, സൾഫറിന്റെ നമ്മൾ X ആയിട്ട് എടുക്കുന്നു, ഓക്സിജന്റെ -2 ആണെന്നറിയാം. മൊത്തത്തിൽ 0 വരണം. അപ്പം 1 2 into 1 1 into 2 plus 4x plus 6 into -2 അതെന്താണ് 0 ആണ്. 2 plus 4x minus 12 equal to 0, 4x minus 10 equal to 0, 4x equal to 10, x equal to 10/4. നമ്മൾ ഈ മോളിക്യൂൾ തിയറി പഠിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് 10/4 അല്ലെങ്കിൽ ഇത് വരുന്നത് 5/2 2.5 ആണ് വരുന്നത്. എക്സിന്റെ ഇവിടെ എന്താണ് 5/2 ഫ്രാക്ഷണൽ ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ അങ്ങനെ ഒരു ഓക്സിജൻ സ്റ്റേറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ H2S4O6 നമ്മൾ സ്ട്രക്ചർ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അതെങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നത്? ഇവിടെ 3 SS ലിങ്കേജ് ഉണ്ട്. നടുക്കുള്ള 2 സൾഫറിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ആലോചിച്ചോട്ടെ, ഈ ഓക്സിജന്റെ 2 എന്താണ് -2 ഉണ്ട്, ഇത് -2 ഉണ്ട്, ഇത് -2 ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ഒരു മൈനസ് എന്തായി, ഈ ഹൈഡ്രജൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ ഒരു -1 കൂടെ ഉണ്ട്. ആ -1 സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും നമ്മുടെ സൾഫർ ആയിരിക്കും. അപ്പൊ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 2 -2 ഒരു -1. അപ്പൊ ഈ സൾഫർ ഓക്സിജൻ ഇവിടെ +5 വരും. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ് സൾഫറിന്റെ ഓക്സിജൻ സ്റ്റേറ്റും +5 വരും. ഇപ്പൊ 2 സൾഫറിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് +5ഉം ബാക്കിയുള്ള 2 സൾഫറിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് 0 ആണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് H2S4O6 സ്ട്രക്ചർ വരിക. ഓക്കെ, അടുത്ത മൂന്നാമത്തത് Fe3O4. അവിടെ നമുക്ക് വേണ്ടത് അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അത് നമുക്ക് X ആയിട്ട് എടുക്കാം. ഓക്സിജൻ നമുക്കറിയാം -2 എന്നറിയാം. അപ്പൊ എന്താണ് 3 into X plus 4 into -2 അതെന്താണ് 0 ആണ്. 3x minus 8 equal to 0. 3x equal to 8 വരും. X equal to 8/3 എന്ന് വരും. ഇവിടെ നമുക്ക് എന്താണ് അയണിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് ഫ്രാക്ഷനിലേക്ക്. അപ്പൊ അങ്ങനെ സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ എന്താണ് ഇവിടെ സത്യത്തിൽ നടക്കുന്നത്? Fe3O4 എന്ന് പറയുന്നത് എന്താണ്? സത്യത്തില് Fe2Oയും Fe2O3യും കൂടെ ചേരുന്നതാണ് അല്ലേ? അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ Fe2O അല്ല FeOയും Fe2O3യും കൂടെ ചേരുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ ഒരു അയൺ എന്ന് പറയുന്നത് +2 സ്റ്റേറ്റിലും ഒരു അയൺ എന്ന് പറയുന്നത് 2 അയൺ എന്ന് പറയുന്നത് +3 സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ +8 ചാർജുമായി, പക്ഷെ 3 അയണേ ഉള്ളൂ. അതുകൊണ്ടാണ് എന്താണ് 8/3 വന്നത്, ആവറേജ് വന്നത്. സത്യത്തിൽ Fe3O4 എന്ന് പറയുന്നത് FeOയും Fe2O3യും കൂടെ ചേരുന്നതാണ്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ, സബ് ക്വസ്റ്റ്യൻ CH3CH2OH അല്ലേ? CH3CH2OH നമ്മുടെ കാർബൺ ഓക്സിജൻ സ്റ്റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ മാറ്റി എങ്ങനെ എഴുതാം? C2H6O എന്ന് എഴുതാം അല്ലേ? കാർബൺ ആണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് X ആയിട്ട് എടുക്കാം. ഹൈഡ്രജൻ നമുക്കറിയാം +1 ആണെന്നറിയാം, ഓക്സിജൻ്റെത് -2 ആണെന്നറിയാം. അപ്പൊ എന്താ വരിക? 2 into X plus 6 into 1 -2 equal to 0 എന്ന് വരും. 2x plus 6 minus 2 4 ആണ്. 2x plus 4 equal to 0 എന്ന് വരും. 2x equal to -4 എന്ന് വരും. x equal to -4/2 -2 എന്ന് വരും. അപ്പൊ ഇതാണ് അവിടുത്തെ കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് CH3COOH. CH3COOH നമുക്ക് ഇതേപോലെ മാറ്റി എഴുതാം. ഇങ്ങനെ വരും C2H4O2 എന്ന് വരും. അപ്പം സിന്റെ ആണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ X ആയിട്ട് എടുക്കുക, നമ്മൾ 1 ആയിട്ട് എടുക്കുക, +1 ഇത് -2. എന്നിട്ട് മൊത്തത്തിൽ ഈക്വൽ എന്താണ് സം 0 ആയിട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 2x plus 4 into 1 minus 2 plus 2 into -2 into 0. 2x plus 4 minus 4 equal to 0. 2x equal to 0 എന്ന് വരും. x equal to 0 എന്ന് വരും. ഇവിടുത്തെ കാർബൺ ഓക്സിജൻ സ്റ്റേറ്റ് എന്താണ് മൊത്തത്തിൽ 0 ആണ്. ആവറേജ് എടുക്കുമ്പോൾ എന്താണ് 0 ആണ്.
പക്ഷെ ഇതിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ CH3COH CH3COOH. ഇപ്പൊ നോക്കാം ഇവിടെ ഈ ഫസ്റ്റ് കാർബൺ ഇതാണ്, സെക്കൻഡ് കാർബൺ എടുക്കാം. ഫസ്റ്റ് കാർബൺ ചുറ്റും 3 ഹൈഡ്രജൻ ഉണ്ട്, അതിന് 3 എന്താണ് +1 ഇട്ട് കൊടുക്കുക. ഈ +1 3 ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്ക് -2 ഉണ്ട്, ഇവിടെ -1 ഉണ്ട്, അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ +3 ഉണ്ട്. ഇങ്ങനെ ആയിരിക്കും അതിന്റെ സ്ട്രക്ചർ വരും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഈ റിയാക്ഷൻസ് റിഡോക്സ് റിയാക്ഷൻസ് ആണ് കാണിക്കാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഫസ്റ്റ് റിയാക്ഷൻ എഴുതാം. എന്താണ് CuO + H2. CuO + H2 gives Cu + H2O. എല്ലാത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതാം. ഇവിടെ കോപ്പർ +2 സ്റ്റേറ്റ് ആണ്, കാരണം ഓക്സിജൻ എന്ന് പറയുന്നത് -2 ആണ്. ഇവിടെ ഹൈഡ്രജൻ എലമെന്റൽ സ്റ്റേറ്റിലായതുകൊണ്ട് 0. ഇവിടെ കോപ്പർ സോളിഡ് എലമെന്റൽ സ്റ്റേറ്റ് ആണ് 0. ഇവിടെ ഹൈഡ്രജൻ എന്താണ്, ഹൈഡ്രജൻ +1 സ്റ്റേറ്റിലേക്ക് പോയി. അപ്പൊ നോക്കാം, ഈ റിയാക്ഷനിൽ കോപ്പർ എന്തായി, +2 സ്റ്റേറ്റിൽ നിന്ന് 0യിലേക്ക് പോയി. ഹൈഡ്രജൻ എന്ന് പറയുന്നത് 0യിൽ നിന്ന് +1 സ്റ്റേറ്റിലേക്ക് പോയി. അപ്പൊ കോപ്പറിന് ഇവിടെ എന്തായി, റിഡക്ഷൻ നടന്നു അല്ലേ. ഹൈഡ്രജൻ എന്താണ്, ഹൈഡ്രജൻ 0യിൽ നിന്ന് +1ലേക്ക് പോയി. അപ്പൊ എന്താണ്, അവിടെ ഓക്സിഡേഷൻ നടന്നു. അവിടെ റിഡക്ഷനും ഓക്സിഡേഷനും നടന്നു, ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആയി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, Fe2O3 + 3CO gives Fe + 3CO2. ഇതാണ് റിയാക്ഷൻ. ഇവിടെ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ +3 ആണ്. ഇവിടെ കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ +2 ആണ്. ഇവിടെ അയണിൻ്റെത് 0 ആണ്, ഇവിടെ കാർബണിൻ്റെത് +4 ആണ്. ഓക്കെ, പിന്നെ നോക്കാം, അയൺ +3യിൽ നിന്ന് 0യിലേക്ക് പോയി, കാർബൺ +2ൽ നിന്ന് 4ലേക്ക് പോയി. എന്ന് വെച്ചാല് ഇവിടെ അയണിന് റിഡക്ഷൻ നടന്നു, കാർബണിന് ഇവിടെ ഓക്സിഡേഷൻ നടന്നു. ഇവിടെ എന്താണ്, ഓക്സിഡേഷൻ റിഡക്ഷൻ നടന്നുകൊണ്ട് ഇത് എന്തായി, ഒരു റിഡോക്സ് റിയാക്ഷൻ ആയി. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 4BCl3 + 3LiAlH4 lithium aluminum hydride gives 2B2H6 + 3LiCl + 3AlCl3. അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ. ഇവിടെ എല്ലാത്തിന്റെയും ഓക്സിജൻ സ്റ്റേറ്റ് എഴുതാം. ബോറോൺ ഇവിടെ +3 ആണ്, ക്ലോറിൻ ഇവിടെ -1 ആണ്, ലിഥിയം +1, അലൂമിനിയം +3, ഹൈഡ്രജൻ ലിഥിയം മെറ്റൽ ഹൈഡ്രൈഡ് ആയതുകൊണ്ട് ഹൈഡ്രജൻ ഇവിടെ -1 ആണ്. ഇവിടെ ബോറോണ്ടത് B2H6 എന്താണ്, ഒരു മെറ്റൽ എന്താണ് ഹൈഡ്രൈഡ് ആയതുകൊണ്ട് ഇത് അവിടെ ഹൈഡ്രജൻ്റെ -1 വരും. അത് വെച്ച് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ബോറോണ്ട് നമുക്ക് +3 എന്ന് കിട്ടും. LiCl ഇവിടെ ലിഥിയം +1, ക്ലോറിൻ -1, AlCl3 ഇവിടെ +3, -1. എല്ലാത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ എഴുതി. ഇവിടെ നോക്കാം, ബോറോണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചേഞ്ച് ഒന്നുമില്ല, ക്ലോറിനും എവിടെയും ചേഞ്ച് ഇല്ല, എല്ലായിടത്തും -1 ആണ്. ലിഥിയത്തിനും എവിടെയും ചേഞ്ച് ഇല്ല, അലൂമിനിയത്തിനും എവിടെയും ചേഞ്ച് ഇല്ല. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു എലമെന്റിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. B2H6 നമ്മൾ എടുത്തത് ഇത് മെറ്റൽ ഹൈഡ്രൈഡ് അല്ല, മെറ്റൽ ഹൈഡ്രൈഡ് അല്ലാത്തതുകൊണ്ട് ഇവിടെ ഹൈഡ്രജന് +1 തന്നെ വരിക. അതുകൊണ്ട് ഇവിടെ ബോറോൺ ഇവിടെ -3 വരും. നമ്മളിവിടെ നോക്കുമ്പോൾ ബോറോൺ +3 -3 പോയി, ഹൈഡ്രജൻ എന്തായി -1 +1 പോയി. എന്ന് വെച്ചാൽ ഇവിടെ ബോറോൺ ഇവിടെ റിഡക്ഷൻ നടന്നു, ഹൈഡ്രജൻ ഇവിടെ ഓക്സിഡേഷൻ നടന്നു. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. ഓക്കെ, അടുത്ത നാലാമത്തെ സബ് ക്വസ്റ്റ്യൻ, 2K +
2 gives 2kf. ഇവിടെ എലമെന്റൽ ഫോം ആയതുകൊണ്ട് ഇവിടെ 2k, ഇത് 0 സോളിഡ് ആണ്. ഇവിടെ ഫ്ലൂറിൻ എലമെന്റ് സ്റ്റേറ്റ് ആയതുകൊണ്ട് അതും 0 ആണ്. കെഎഫില് പൊട്ടാസ്യത്തിൻ്റെത് +1 ഫ്ലൂറിൻ്റെത് -1 ആണ്. ഇവിടെ നോക്കുമ്പോൾ പൊട്ടാസ്യം 0യിൽ നിന്ന് 1ലേക്ക് പോയി, ഫ്ലൂറിൻ 0യിൽ നിന്ന് -1ലേക്ക് പോയി. എന്നുവെച്ചാൽ ഇവിടെ പൊട്ടാസ്യത്തിന് ഓക്സിഡേഷൻ നടന്നു, ഫ്ലൂറിന് റിഡക്ഷൻ നടന്നു. അതുകൊണ്ട് ഇതും എന്താണ്, ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. അഞ്ചാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. 4NH3 + 5O2 gives 4NO + 6H2O. ഇവിടെ എന്താണ്, നൈട്രജന്റെ ഓക്സിജൻ സ്റ്റേറ്റ് ഇവിടെ -3 ആണ്. ഓക്സിജൻ എലമെന്റൽ ഫോം ആയതുകൊണ്ട് ഇവിടെ 0. NO മോളിക്യൂളില് നൈട്രജൻ എന്ന് പറയുന്നത് +2 ആണ്. -2 ഓക്സിജൻ, ഓക്സിജൻ -2, ഹൈഡ്രജൻ +1. ഇവിടെ ഹൈഡ്രജൻ +1. എല്ലാത്തിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് നമ്മൾ എഴുതും. ഇവിടെ നോക്കുമ്പോൾ നൈട്രജൻ ഇവിടെ -3ൽ നിന്ന് +2ലേക്ക് പോകും. ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്, 0യിൽ നിന്ന് -2ലേക്കും പോയി. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നൈട്രജൻ എന്താണ്, നൈട്രജൻ ഇവിടെ ഓക്സിഡേഷൻ നടന്നു, ഓക്സിജൻ എന്താണ്, ഇവിടെ റിഡക്ഷൻ നടന്നു. അങ്ങനെ നോക്കുമ്പോൾ എന്താണ്, ഇതും എന്താണ്, ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നതുകൊണ്ട് ഇതും എന്താണ്, ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.